സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണും രാധികയും സൂര്യയും കൂടി കാറിൽ ഷാമനെ അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഓരോ കടകളിലും മറ്റും കാണുമ്പോൾ വരുണ സൂര്യ വണ്ടി നിർത്തിയിട്ട് അവർ രണ്ടുപേരും ആ കടയിലും ചുറ്റുമുള്ള പരിസരത്തെ ആളുകളോട് ഷാമയെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ കാണിച്ചും പലരോടും അന്വേഷിച്ച് അവർ ഓരോ സ്ഥലങ്ങളിലായി മാറി മാറി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ച് അമ്മയെ കണ്ടെത്താൻ കരഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പോലീസുകാരും അവരുടേതായ രീതിയിൽ ഓരോ സ്ഥലത്ത് സെർച്ച് ചെയ്യുവാണ്. ആരതിയുടെ വഴിക്ക് ഓരോ സ്ഥലത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരും 4 വാർഡും ക്ഷാമക്കായി തിരിച്ചത് ഊർജ്ജ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും പോലീസുകാരുടെ അരികിലേക്ക് പുഴയിൽ വല വീശാനൊക്കെ പോകുന്ന ഒരു പോലീസുകാരൻ ACPയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. സാറേ, ഇയാളെ ഇന്ന് രാവിലെ എന്തോ കണ്ടുവന്ന്, എന്താണെന്ന് സാറിനോട് പറഞ്ഞോളൂ. അന്നേരം ACP ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? അപ്പോൾ അയാൾ പറയുവാണ്, അത് പിന്നെ സാറേ, ഞാനിന്നും രാവിലെ വല വീശാനായിട്ട് കടലിലേക്ക് പോകും. ഇവിടെ പുഞ്ചപ്പട കായലിൻ്റെ അവിടെ ഇന്ന് വല വീശാൻ പോയപ്പോഴേ അവിടെ ഒരു ഷാളും അതുപോലെ ഒരു ചെരുപ്പും വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടു. ഇതെവിടെ ഈ സ്ഥലം? അത് ഇവിടെ നിന്ന് കുറച്ചങ്ങ് ദൂരം പോകണം. ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ ഒപ്പം വരാം. അങ്ങനെ അയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റി പോലീസുകാർ നേരെ അയാൾ പറഞ്ഞ കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പോലീസുകാരങ്ങനെ അയാളെയും കൂട്ടി അവിടെ എത്തി ആ കായലിൻ്റെ അവിടെ പരിശോധിക്കുക. അന്നേരം അയാൾ ആ ഷോൾ കിടന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ അവിടെ കിടന്നിരുന്ന ആ ഷോളും ആ ചെരുപ്പും കരയിലേക്ക് എടുത്തിരുന്നുണ്ട്. എന്നിട്ട് നേരെ തന്നെ ACP ഫോൺ എടുത്ത് വരുണിനെ വിളിക്കുവാണ്. അങ്ങനെ ACPയുടെ കോൾ കാണുന്നതും വരുൺ വേഗം തന്നെ വണ്ടി നിർത്തി കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ സാർ. വരുൺ, നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതുവരെ ആർക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പലരോടും ചോദിച്ചു നോക്കി, എന്നാൽ ആർക്കും ഒരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. ആരിഷ മെമ്മടത്തെ കണ്ടിട്ടുമില്ലെന്ന്. പിന്നെ വരുൺ, ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇവിടെ അടുത്ത് പുഞ്ചക്കടൽ എന്ന് പറഞ്ഞ കായൽ പ്രദേശമുണ്ട്. അവിടെ കായലിൽ കിടന്ന് ഒരു ഷോളും അതുപോലെ ഒരു സ്ത്രീയുടെ ചെരുപ്പും കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇവിടെ വരെ വരണം. അത് ഷാമ മാഡത്തിൻ്റെ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സാർ, പേടിക്കൊന്നും വേണ്ട, ടെൻഷനാകണ്ട. ഇത് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ശരി സാർ, ഞങ്ങൾ വരാം. അങ്ങനെ വരുണും സൂര്യയും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങുവാണ് കേട്ടോ. ഈ സമയം രാധിക ഇറങ്ങുന്നുണ്ട്. എന്തു പറ്റി? എന്താ വരുൺ? അന്നേരം വരുൺ പറയണേ, എടാ ഒരു മിനിറ്റ് ഏട്ടാ, ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് സൂര്യനെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയുവാണ്. അന്നേരം വരുൺ സൂര്യയുമായിട്ട് തിരിച്ചെത്തുക. എന്നിട്ട് രാധികയോട് പറയണേ, അതെ രാധികയെ, ഒരു കാര്യം ചെയ്യ്, ഇനി ഞാനും ഏട്ടനും കൂടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാം. തന്നെ ഞാൻ കടുമംഗലത്ത് നിന്നാക്കാം. താൻ അവിടെ ഇരുന്നോ? വേണ്ട, അത് പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റൂ. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന സമാധാനം കിട്ടില്ല. വരുണിൻ്റെ കൂടെ ഞാനും കാറിലുണ്ടാകും. ഞാൻ വരുണിൻ്റെ കൂടെ എവിടെ കാണുന്ന വെച്ചാൽ വരും. എത്ര ദൂരമായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കെൻ്റെ അമ്മയെ കാണണം വരുൺ. പ്ലീസ് വരുൺ, എന്നെ തടയരുത്. അങ്ങനെ വരുണിന് വേറെ വഴിയില്ലാതെ രാധികയും കൂടി കൂട്ടേണ്ടി വരുക. ശരി, താൻ കാറിൽ കയറ്. അങ്ങനെ പറഞ്ഞ വരുണും സൂര്യൻ കാറെടുത്ത് നേരെ പോകുന്നത് ACP പറഞ്ഞ ആ കായലിൻ്റെ സ്ഥലത്തേക്കായിരിക്കും. ഇതേസമയം ആരതി വർമ്മ ഈ വിവരമൊക്കെ അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടാവും. സാർ, എന്താ സംഭവിച്ചത്? അത് പിന്നെ ആരതി മാഡം, ഞാൻ പറഞ്ഞില്ലേ, ആ ഷോളും ചെരുപ്പുമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ കാഴ്ച ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം അതിനെ ശ്യാമ മാഡത്തെ ചുറ്റിപ്പറ്റി നടത്തണമല്ലോ. ആരതിക്ക് അത് കണ്ടിട്ട് ശ്യാമ മാഡം തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ആരതി അത് പോയി നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വരുണിൻ്റെ കാറും അവിടെ എത്തുന്നുണ്ട്. വരുൺ അങ്ങനെ വണ്ടി നിർത്തി സൂര്യക്കൊപ്പം കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. അന്നേരം രാധിക ചോദിക്കണേ, എന്താ വരുൺ, എന്താ ഇവിടെ? എടോ, താനോട് ഇരിക്കുക, ഞങ്ങളെന്തോ നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞാൽ വരുണ സൂര്യം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ACPയുടെ അരികിലേക്ക് ചെല്ലുക. സാർ, വരുൺ, ആ കിടക്കുന്ന ഷോളാണ് ഞാൻ പറഞ്ഞത്. കൂടെ ഒരു ചെരുപ്പുണ്ട്. അത് ഷാമ മാഡത്തിൻ്റെ ആണോ എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അന്നേരം ആരതി പറയുക, ഈ സാധനങ്ങൾ ചെറിയ ഉപയോഗിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അന്നേരം ACP പറയണേ, ഒരുപക്ഷെ രാധികയ്ക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാലോ. രാധിക ഒന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല സാർ, രാധികയെ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അത് ചിലപ്പോൾ അയാൾക്കൊരു ഷോക്ക് കൊടുത്തേക്കാം. അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം അവരെല്ലാവരും കൂടി അവിടെ കൂടി നിൽക്കുന്നത് കണ്ട് രാധിക കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവരുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് വരുണിനോട് ചോദിക്കണേ, എന്താ വരുൺ, എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത്? എന്തോ പറ്റി? അന്നേരം വരുണും ആരതി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുവാണ്ടോ. ഈ സമയം ACP ചോദിക്കുന്നുണ്ട്, രാധിക, ആ കിടക്കുന്ന ഷോളും ചെരുപ്പും ഷാമ മാഡം തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്യാമോ? ACPയുടെ ചോദ്യം കേൾക്കുന്നതും ഞെട്ടലോട് കൂടി രാധിക അങ്ങോട്ടേക്ക് നോക്കുവാണ്. എന്നിട്ട് ആ ഷോളിൻ്റെ അരികിലേക്ക് നടന്ന് ചെല്ലുവാണ് കേട്ടോ. അടുത്ത് ചെന്ന് ആ ഷോൾ നോക്കുന്നതും അതിന് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് രാധിക ആ ഷോളെടുത്ത് നെഞ്ചോട് ചേർക്കുക.
എന്നിട്ട് അലറി കരയുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് വരുണും ആരതിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. രാധിക, എടോ എന്താടോ, എന്താ പറ്റിയത്? അന്നേരം രാധിക കരഞ്ഞുകൊണ്ട് പറയണേ, വരുൺ, ഇതിൻ്റെ അമ്മയുടെ ഷോളാണ്. അന്ന് ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ അമ്മക്ക് ഞാനിത് സമ്മാനമായിട്ട് വാങ്ങിക്കൊടുത്തതാ. അമ്മക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നത്. എവിടെ പോയാലും അമ്മ ഇത് കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ. ഈ ചെരുപ്പ് എൻ്റെ അമ്മയുടെ വരുൺ എന്ന് പറഞ്ഞ രാധികയാണെങ്കിൽ പൊട്ടിക്കറിയുവാണ്. അത് കേൾക്കുന്നതും വരുണും സൂര്യക്കും ആരതിക്കൊക്കെ ഷോക്കാകുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ACP പറയണേ, വരുൺ, അങ്ങനെയാണെങ്കിൽ ശ്യാമ മേഡത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ വേണം കരുതാനായിട്ട്. അത് കേൾക്കുന്നതും രാധിക ഷോക്കാക്കുക. എന്നിട്ട് ACPയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, സാർ, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എവിടെ? എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പം തന്നെ കാണണം. പറ, എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്നും പറഞ്ഞ് രാധിക ആകെ പൊട്ടിത്തെറിക്കുവാണ്. പെട്ടെന്ന് തന്നെ ബോധം പറഞ്ഞ് രാധിക അവിടെ തലകറങ്ങി വീഴുവാണ് കേട്ടോ. ഈ സമയം വരുണു ആരതിക്ക് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുക. രാധിക, എടോ കണ്ണു തുറക്ക് എന്നും പറഞ്ഞ് അവരെല്ലാവരും വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ACP പറയണേ, രാധികയെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ. ഈ ഒരു സാഹചര്യത്തിൽ രാധിക ഇനി ഇവിടെ നിർത്തുന്നത് സേഫല്ല. അന്നേരം ആരതി പറയണേ, ശരിയാ, വരും, നീ എത്രയും പെട്ടെന്ന് രാധികനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ വരുണും സൂര്യയും കൂടി രാധികയെ പൊക്കിയെടുത്ത് കാറിലേക്ക് കയറ്റുവാണ്. അങ്ങനെ വരുണാണെങ്കിൽ രാധികയും കൂട്ടി അവിടെ നിന്നും പോകാൻ തുടങ്ങുക. ഏട്ടാ, ആരതി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണം, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അങ്ങനെ പറഞ്ഞ് വരുൺ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഇതേസമയം അവിടെ ആറ്റുവാശ്ശേരിയുടെ ദേവനീയ യശോദയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ് കേട്ടോ. ഷാമയുടെ കാര്യങ്ങൾ എന്തൊക്കെയായി, ഷാമയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് വരുണിൻ്റെ ഫോണിലേക്ക് പലതവണ ദേവൻ വിളിക്കുന്നുണ്ട്. ഇതേസമയം വരുണാണെങ്കിൽ രാധികയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കായലിൽ ഷാമയുടെ ബോഡി വല്ലതുണ്ടോ എന്നറിയാനായിട്ട് ഷാമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അതിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കുവാണ്. ഈ സമയം ആരതി സൂര്യയ്ക്ക് അവിടെ ടെൻഷനോട് കൂടി തന്നെ നിൽക്കുന്നുണ്ടാകും. ഇതേസമയം ഷാമയുടെ കാണാനില്ലാത്ത വാർത്തകളും അങ്ങനെ ഷാമയുടെ ആ ഷോളും ചെരുപ്പും ഒക്കെ കായൽ തീരത്ത് നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഇതെല്ലാം മുത്തശ്ശിയും പ്രിയങ്കയും കൂടി വാർത്തയിലിരുന്ന് കാണുന്നുണ്ട്. അവരിതൊക്കെ കണ്ട് ആസ്വദിക്കുവാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും ദേവനും യശോദയൊക്കെ ഞെട്ടി തകർന്നു പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ മുത്തശ്ശിയോടും പ്രിയങ്കയോടും പറയുന്നുണ്ട്, രണ്ടുപേരും ഈ വാർത്ത കണ്ട് ആസ്വദിക്കുവാണല്ലേ, നിങ്ങളുടെ ഉള്ളിൽ അല്പം പോലും മനുഷ്യപ്പറ്റില്ലേ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കാനായിട്ട്. അന്നേരം സുകുമാരി പറയണേ, ഇത് നല്ല കൂത്ത്, ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടാണോ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചത്? അതെ, പോലീസുകാരൊക്കെ അവിടെ കായൽക്കരയിലെ മറ്റു തിരച്ചിൽ ഊർജ്ജിതമാക്കുമെന്നാണ് പറഞ്ഞത്. എന്തേലുമൊക്കെ ആവട്ടെ, അവരുടെ ബോഡിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എത്രയോ ആളുകൾ ദിവസേന ചത്തുമലക്കുന്നു, അവരെ കുറച്ച് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? തപ്പിയെടുക്കട്ടെ, ശവമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ്. അത് കേട്ട് ദേവൻ മുത്തശ്ശിയോട് പൊട്ടിത്തെറിക്കണേ, നിർത്തുന്നുണ്ടോ നിങ്ങളൊന്ന്? പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന രാധികേനെയാണ്. അങ്ങനെ രാധികയുടെ അവസ്ഥയൊക്കെ കണ്ട് ചങ്ക് പൊട്ടിയിരിക്കുവാണ്ടോ മുത്തശ്ശിയും പത്മിനിയൊക്കെ. വരുണും അരികിലുണ്ടാകും. അന്നേരം മുത്തശ്ശി പറയണേ, മോള് എങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്തു പറഞ്ഞാൽ ഞങ്ങൾ മോളെ ആശ്വസിപ്പിക്കേണ്ടത്? എത്രയോ വർഷം കാത്തിരുന്ന് ഒന്നിച്ചതാണ് അമ്മയും മോളും. അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെയൊരവസ്ഥ. ഓർക്കുമ്പോൾ തന്നെ നെഞ്ച് പൊട്ടിപ്പോകുക എന്നും പറഞ്ഞ മുത്തശ്ശിയും സങ്കടത്തോടെ കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്